പ്രിയമുള്ളവരെ, രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും ഈശോനാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ആയിരങ്ങൾ കർത്താവിന് സൗഖ്യം പ്രാപിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ കയറിയാൽ മനസ്സിലാകും. ഈ ഉടമ്പടി ഞാൻ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനമാണ് കൂടുതൽ പറയണത്. ഇപ്പോഴേ ഓൺലൈൻ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം മാക്സിമം വചനം പറഞ്ഞതിന് ശേഷമാണ് ഒരു 20 മിനിറ്റ് പ്രാർത്ഥന നടത്തുന്നത്. 20 മിനിറ്റ് പ്രാർത്ഥനയുടെ ആവശ്യം പോലും ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കർത്താവ് നൽകിയിട്ടുള്ള വെളിപാടനുസരിച്ചുകൊണ്ട് ഏത് ശരീരത്തിലും നിനക്കിപ്പോൾ കൈവെക്കാം. തൊണ്ടവേദനയുള്ളവർ തൊണ്ടയിൽ കൈവെക്കുക. ടോൺസൈറ്റ്, തൈറോയിഡ് പോലുള്ള രോഗങ്ങളില്ലേ, അത് തൊണ്ടയിൽ കൈവെക്കണം. അച്ഛൻ്റെ നിങ്ങളെ കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യം കേട്ടോ. ഈ കൈവച്ച ആൾക്കാരൊക്കെ പറ്റി അച്ഛൻ സാക്ഷ്യം പറഞ്ഞ് കേൾക്കാം. നീ ഇപ്പം വിശ്വസിക്കണം. നടുവേദനയുള്ളവർ നടുവിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഞാനിത് കർത്താവിൻ്റെ നാമത്തിലെ വെക്കണമെന്ന് പറയണം. ഹാർട്ടിന് അസുഖമുള്ളവർ, ഹാർട്ടിന് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവർ ഇടത് നെഞ്ചിൽ കൈവെക്കണം. എന്നിട്ട് പറയണം, ഈശോ നിൻ്റെ ഹാർട്ടിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഞാൻ കൈവെക്കണം. ഇപ്പോൾ അടിപ്പണ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിൽ നിന്നാണ് ഈ ആരാധനയിൽ ഈ ശക്തി നിന്നിലേക്ക് കടന്നു വരണം. നീ ഓർക്കണം. അതാണ് ഈ ആൾക്കാർ ഇത്രയും സാക്ഷ്യം പറയണത്. ദൈവത്തിലെ തലക്കസുഖമുള്ളവരുണ്ടാകാം. സെർബറൽ ഡിസീസില്ലേ, തലച്ചോറിൻ്റെ രോഗങ്ങൾ, പല രോഗങ്ങളും ഇൻക്യൂറബിളാണ്. അതിന് പ്രത്യേക മരുന്നില്ല. ഒരു 50% രോഗങ്ങൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തലച്ചോറിൻ്റെ കോശങ്ങൾ. പക്ഷേ കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞപ്പോൾ കിഡ്നി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കിഡ്നി വെച്ച് കൊടുത്തെന്നൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം അതിനുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് കിഡ്നി ഇല്ലാത്തതിൻ്റെതും ഉള്ളതും എന്നെ കാണിച്ചിട്ടുണ്ട്. എന്താ, കർത്താവിന് നിൻ്റെ തലച്ചോറിൻ്റെ ഒരു കോശം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗം തന്നെ എടുത്തുകൊണ്ട് നാളെ നീ സാക്ഷ്യം പറയൂല. അച്ഛൻ അന്ന് പറഞ്ഞതാണ് തലച്ചോറിൻ്റെ കോശം പോയാൽ വെക്കാൻ പറ്റത്തില്ല വൈദ്യശാസ്ത്രം അനുസരിച്ച്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ തലേ കൈവെക്കണം. തലച്ചോറിൻ്റെ കോശം കർത്താവ് നിനക്ക് തിരിച്ച് വെച്ച് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം പ്രാർത്ഥനയ്ക്കുള്ള യുക്തി എന്ന് പറയുന്നത്, ആ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും ഉത്ഥാനത്തിലും എന്തുമാത്രം വിശ്വസിക്കുന്നു. അവർ റീസൺ ഈസ് നോട്ട് സിംപ്ലി എ ഹ്യൂമൻ റീസൺ, ബട്ട് റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ റീസൺ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള ഫെയ്ത്ത് ഈസ് അവർ റീസൺ. അതോർക്കണം. നിങ്ങളിങ്ങനെ ഇത് മാജിക്കാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് എ റീസണബിൾ പ്രെയർ. അവർ റീസൺ ഈസ് അവർ ഫെയ്ത്ത്. പ്രാർത്ഥിക്കുന്നത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടിവയറ്റ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടൊരു ആഗ്രഹം. കാര്യം കർത്താവ് കുരിശ് ചുമന്ന സമയത്ത് 53 അധ്യായത്തിൽ 7 കഴിഞ്ഞുള്ള 53 ഐസയ 53, 6, 7, 8 വചനങ്ങളിലൊക്കെ അവൻ പീഡാനുഭവം ചെയ്യുന്ന സമയത്ത് കുഞ്ഞാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ സഫറിംഗ് സർവൻ്റ് പീഡിതദാസനെക്കുറിച്ച്, അനാമീനെക്കുറിച്ചൊക്കെ ഐസയ വെളിപാട് കൊള്ളുമ്പോൾ ഐസയ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവൻ അപ്പോഴും ഭാവന ചെയ്തു. എന്താണ്? അവൻ സഭ ചെയ്യുമ്പോൾ, അവൻ പീഡാനുഭവം ഏൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ഭാവന ഉണ്ടായി. എന്താണ്? ഈ പീഡാനുഭവത്തിലൂടെ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ പുതിയ തലമുറ ഉദയം ചെയ്യുന്നതായിട്ട് അവൻ ഭാവന ചെയ്തു. അതുതന്നെ സംഭവിച്ചെന്ന്. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭാവനയുണ്ട്. ഞങ്ങളുടെ ഭാവന എന്താണ്? കടലിലെ സൃഷ്ടി വളരുന്നവരെ, ഫാറ്റ് ലിവറുകാരെ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ലിവർ ചുരുങ്ങുമെന്ന് ഞങ്ങൾക്ക് കർത്താവിൽ ഞങ്ങൾക്ക് ഭാവനയുണ്ട്. നിങ്ങൾ അടിവയറ്റിൽ കൈവെക്കുമ്പോൾ അത് ഗർഭാശയത്തിന് ഒരു ഫിലപ്പൻ ട്യൂബ്, അല്ല ഒരു ട്യൂബ് അറുത്ത് കളഞ്ഞതാണ്. അണ്ടവാഹിനി അറുത്ത് കളഞ്ഞതാണ്. ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ പ്രഗ്നൻസി അതിൻ്റെ ട്യൂബിലാണ് ഗർഭമുണ്ടായത്. പക്ഷേ ഇനിയും ഗർഭമുണ്ടായ ട്യൂബിലായിരിക്കുമോ? ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ആ ട്യൂബിൻ്റെ അടിവയറ്റിൽ നീ കൈവെക്കാൻ വേണ്ടി യേശുനാമത്തിലാണ് ഞാൻ അൽത്താറയെന്ന് അപേക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഭാവനയുണ്ട്. എന്താണ് എൻ്റെ ഭാവന? അവിടെ ആ ഒരു ട്യൂബ് കൊണ്ട് കർത്താവ് നിനക്ക് 5 കുഞ്ഞുങ്ങളെ തരുമെന്ന് ഞാൻ ഭാവന കാണുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഉയർത്തുന്നേറ്റവൻ, ലോകത്തിന് വേണ്ടി വീണ്ടും വരാതിരിക്കുന്നവനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. സോറിയാസിസ് രോഗികളെ സർവാംഗം കൈപറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് ആവശ്യപ്പെടുന്നു. സോറിയാസിസ് രോഗികളെ തൊഴിൽ പൊളിഞ്ഞിരിക്കുന്നവർ, വിസർപ്പ രോഗികളെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം അതിലേക്ക് തലയ്ക്ക് ഒരു മഴ പോലെ പെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു ഭാവനയുണ്ട്. എന്താണ്? ആ രോഗികളിലേക്ക് കർത്താവിൻ്റെ രക്തം പൊളിഞ്ഞു കഴിയുമ്പോൾ, വാതരോഗികളായാലും വെരിക്കോസിന് അസുഖമുള്ളവരായാലും സോറിയാസിസ് രോഗികളായാലും ആ രോഗികളുടെ മേലെ, വേദന കൊണ്ട് ഉറക്കമില്ലാത്ത രോഗികളുടെ മേലെ കർത്താവിന് വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൽത്താറയിൽ നിന്ന് കർത്താവ്
അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ അവിടുത്തെ കരുണയാൽ അവിടുത്തെ വിശുദ്ധമായ രക്തം രോഗികളെ ചലിക്കപ്പെടുമ്പോൾ അവരിലേക്ക് കർത്താവിന് ശക്തി വരുമ്പോൾ ഞങ്ങൾക്ക് ഭാവനയുണ്ട്. അവർ സുഖപ്പെടുവന്ന് അവർ കർത്താവ് ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്റെ നാമം കുരിശക്കന് മരിച്ചാലും വേണ്ടില്ല, കർത്താവ് അപമാനം ഏറ്റാലും വേണ്ടില്ല, ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്റെ നാമം മഹത്വപ്പെടണം. പരിശുദ്ധ അമ്മയുടെ മനസ്സാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് എന്ത് അനുഭവിച്ചാലും കുഴപ്പമില്ല. കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടണം, ലോകം രക്ഷപ്പെടണം. അതല്ല കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. കർത്താവ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ഓരോ രോഗികൾ ഓരോ ഇടങ്ങളിൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഓരോ രോഗത്തെ ഇടങ്ങളിൽ അങ്ങയുടെ വിശുദ്ധമായ തിരുമ്പ് വാർന്ന് വലതു കാലത്തെ സ്വത്തുക്കളെ അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി മാരക രോഗങ്ങളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയേ തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയേ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഇനി രോഗികളെ പ്രാർത്ഥന കഴിയുകയാണ്. കർത്താവ് നിങ്ങളെ ഇന്ന് വൈകുന്നേരം നാളെ ഈ സമയത്തിനുള്ളിൽ ഒത്തിരിയേറെ അടയാളം നിങ്ങൾ കാണും. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ വരണം. ഞങ്ങൾ എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് നടത്തുന്നുണ്ട്. ഇന്നില്ലെന്നേ ഉള്ളൂ, ഒരു ചൊവ്വാഴ്ച ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിലുണ്ട്. നിങ്ങൾ വന്നിട്ട് ആരാധന കിട്ടിയ കർത്താവ് നിങ്ങൾക്ക് നൽകിയത് കർത്താവിൻ്റെ നാമത്തേറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാക്ഷികളായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോണത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, അന്യരാജ്യങ്ങൾ കുടുങ്ങിപ്പോയവർ, ശമ്പളം കിട്ടാത്തവർ, കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോകുന്ന പോലെ തോന്നുന്നവർ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, കലഹമുള്ള കുടുംബങ്ങൾ, പല ടെസ്റ്റുകൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ, പോയി കഴിഞ്ഞവർ, തോറ്റുപോയവർ, വീണ്ടും ചെയ്യാനിരിക്കുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് ആശീർവാദം വരെ. അപ്പോൾ അതിനാണ് ആശീർവാദം തരണത്. അപ്പോൾ ആശീർവാദ സമയത്ത് നിൻ്റെ ജീവിതാവസ്ഥ OIT ആയാലും അതുപോലെ തന്നെ ഹാദ് പരീക്ഷ ആയാലും MOH ആയാലും IELTS ആയാലും നീ ഇപ്പോൾ കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിൻ്റെ അവസ്ഥകളെ, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, നിന്നെ ലോൺ എടുത്തിട്ട് ചിലപ്പോൾ ജപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കാം. ചില സമയത്ത് നിനക്ക് ജീവിക്കാൻ തന്നെ ഒരു മാർഗ്ഗമില്ല, ഒരു അന്നന്ന് വേണ്ട അരി മേടിക്കാൻ മാർഗ്ഗമില്ലാത്ത അവസ്ഥയാകാം. ചിലപ്പോൾ നീ അപമാനപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാകാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആത്മഹത്യക്കോ ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം ഈശോ കാണുന്നുണ്ട്. ഇതെല്ലാം ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്റെ നാലതിരുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ബന്ധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ കുരിശ് നിന്റെ ഭവനത്തിൽ നാട്ടാൻ പോവുകയാണ്. അത് ഈ ഇന്ന് മുതൽ കർത്താവിൻ്റെ രക്ഷ എന്താണെന്ന്, സൗഖ്യം എന്താണെന്ന്, ജീവിതത്തിന് വിടുതൽ എന്താണെന്ന് അനുഭവിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 കർത്താവേ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ വലിയ ശക്തി കർത്താവേ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഭിഷേകമായി പടരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. ഒറ്റ അപേക്ഷ മാത്രം, ഒറ്റ അഭ്യർത്ഥന മാത്രം. എല്ലാവരും ഈ ധ്യാനം കൃപാസനത്തിൽ വരുന്ന മുഴുവൻ ഇപ്പം നമ്മൾ അഖണ്ഡ ജപമാല മഹാറാലിയാണ്. ലോകത്തിൽ ഊതിൽ പോലും നടക്കാത്ത വലിയ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം തന്നെ 12 ലക്ഷം ആൾക്കാർ ജപമാലയിൽ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ വലിയ ഇതെല്ലാം കൃപാസനത്തിൻ്റെ പ്രാർത്ഥന നിക്ഷേപമാണ്. നീ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലൈറ്റ് അക്കാദമി പേരക്കസിലൂടെ ഈ പ്രാർത്ഥനാലയത്തിലേക്കാണ് നിൻ്റെ സങ്കടകാലത്ത് നീ അയക്കുമ്പോൾ ഇതിൽ ലക്ഷോപലക്ഷം ജപമാലയുടെ ആസ്തികളിൽ നിന്ന് അമ്മ നിന്നെ സഹായിക്കും. അതുകൊണ്ടാണ് ലൈറ്റ് അക്കാദമി പേരക്കസിൽ നിന്നും ഓൺലൈൻ ഉടമ്പടിയിലും അപ്പം തന്നെ ആൾക്കാർ സാക്ഷ്യം പറയാൻ കാര്യം ഇതാണ്. പക്ഷേ നീ സാക്ഷ്യം ജീവിക്കാൻ വേണ്ടി അമ്മയോട് തിരിച്ച് വാഗ്ദാനം ചെയ്യണം. ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഷയം, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇത് മിഷൻ കാലമാണ്. നിൻ്റെ കൈ കൊണ്ട് കർത്താവിനെ അറിയാത്തത് അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതുകൊണ്ട് നീ ഈ അക്കൗണ്ട് ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. ഞങ്ങൾ എന്ത് ചെയ്തു തന്നാലും മതാവിനും മധ്യസ്ഥത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളായി നിന്നെ മാറ്റാൻ വേണ്ടി നിന്നിലൂടെ 10,000 മനുഷ്യരെ കർത്താവിനെ അറിയാത്തത് അറിയാൻ വേണ്ടി, അറിഞ്ഞവർ ആഴപ്പെടാൻ വേണ്ടി നിൻ്റെ ഫേസ്ബുക്ക് ആയാലും പേജ് ആയാലും യൂട്യൂബ് ആയാലും ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. തന്നെയല്ല എന്തെല്ലാം ശുശ്രൂഷകൾ ഇവിടെ തരുന്നു അതെല്ലാം ദൈവനാമത്തിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി നീ കർത്താവിൻ്റെ പ്രേക്ഷിതയാകണം. ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ കൊച്ചസിയെ പോലെ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. കാർലോയെ പോലെ കർത്താവിൻ്റെ പ്രേക്ഷിതയാക്കണമേ, പ്രേക്ഷിതനാക്കണമേ. അത് ഈ യൂട്യൂബിൽ ഒരു ചുമ്മാ ഒന്ന് കുത്തിയാൽ പോരെ, 10,000 നീ വഴി കർത്താവിനെ അറിയത്തില്ലേ. അതുകൊണ്ട് ഷെയർ ചെയ്യുക, കർത്താവിൻ്റെ കൃപ നിറയുക, ആശീർവാദം സ്വീകരിക്കുക. ആരാധന
പരിശുദ്ധ